ഈ സന്ദേശം സംബന്ധിച്ച് ശ്രീനിവാസന്റെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ വന്ന ഒരു ചർച്ച സന്ദേശം സിനിമ ആരെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ്. അത് ഇടതിനെയാണോ വലതിനെയാണോ? സൂക്ഷ്മമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇടതിനെയും വലതിനെയും ഒരുപോലെ പരിഹസിക്കുകയും ആക്ഷേപഹാസ്യത്തിലൂടെ പരിഷ്കരണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് എന്ന്. പോളണ്ടിനെ പറ്റി ഇവിടെ മിണ്ടരുത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഗതിയുണ്ട്. അത് ഈ സഖാക്കന്മാർക്ക് പറയാൻ, മറ്റുള്ളവരോട് പറയാനോ ചർച്ച ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്ന്. മറ്റൊന്ന്, താത്വികമായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷമുള്ള അവലോകന യോഗത്തിൽ പാർട്ടിയുടെ താത്വികാചാര്യനായ കുമാരപിള്ള സാറ് പറയുന്നു. അതിനുശേഷമുള്ള വരികൾ വളരെ പ്രസിദ്ധമാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര ശക്തമായിരുന്നു. ഇന്നും അത് തന്നെയാണല്ലോ പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചു കഴിയുമ്പോൾ ഉള്ള അവലോകനത്തിൽ പറയുന്നത് വർഗീയവാദികളുമായി അവർക്ക് അന്തർധാരയുണ്ടായിരുന്നു. ആ അന്തർധാര എത്ര വർഷം മുമ്പ് സിനിമയിൽ എത്ര ശക്തമായി ശ്രീനിവാസൻ ഒട്ടിച്ചു വെച്ചു എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. മറ്റൊന്ന്, ഉത്തമൻ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുമ്പോൾ കുമാരപിള്ള സാർ പറഞ്ഞ ഈ മറുപടി വിഘടനവാദികളും പ്രതിക്രിയാവാദികളും. അപ്പോൾ ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇതെങ്കിലും ലളിതമായിട്ട് പറഞ്ഞാൽ പോരെ, ഈ വിഘടനവാദവും പ്രതിക്രിയാവാദവും ഒക്കെ പറയേണ്ട കാര്യമുണ്ട്, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എഴുന്നേറ്റ് താക്കീതിയാണ്, ഉത്തമൻ മിണ്ടാതിരിക്കുക, പാർട്ടി ക്ലാസ്സുകൾക്ക്, പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകൾക്ക് വരാത്തത് കൊണ്ടാണ് ഉത്തമൻ ഇതൊന്നും മനസ്സിലാകാത്തത്. അപ്പോൾ തിരിച്ച് ഉത്തമൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ കോട്ടപ്പള്ളി ഒന്ന് പറ. അപ്പോൾ പറയുന്നത്, കുമാരപിള്ള സാർ നമ്മുടെ താത്വികാചാര്യനാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് ഫാസിസ്റ്റ് നിലപാടുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇടത് പാർട്ടികൾക്ക് പോലുമുള്ള ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മ അല്ലെങ്കിൽ ജനാധിപത്യമില്ലായ്മ എത്ര ശക്തമായും എത്ര ലളിതമായും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് കാണുക. നമുക്കറിയാം, പാർട്ടിക്ക് അകത്ത് പോലും ചോദ്യം ചെയ്യുന്നത് പലർക്കും പല പാർട്ടികൾക്കും ഇന്ന് സാധിക്കുന്ന ഒന്നല്ല. മറ്റൊന്ന്, സഖാവ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഉള്ള കാര്യമാണ്. അതായത് പെൺകുട്ടിയെ കണ്ടിട്ട് പെൺകുട്ടിയോട് പറയുന്നത് ഈ വളരെ ലളിതമായിരിക്കും ഞങ്ങളുടെ വിവാഹം, വലിയ ആർഭാടമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അപ്പോൾ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കും, പിന്നെ ഒരു നാരങ്ങ വെള്ളം. പിന്നെ ഈ പെണ്ണിനോട് നേരത്തെ തന്നെ പറയുകയാണ്, ഞാൻ പലപ്പോഴും ഒളിവിലായിരിക്കും, വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാണിക്കേണ്ടി വരും. ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അക്കാലത്തെ ഒരു ഇടത് ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഈ പെണ്ണ് കേസിൽപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഈ കുമാരപിള്ള സാറ് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മറ്റേ പാർട്ടിയിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരും വല്ലതും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് ഒതുക്കാൻ ഈ പറഞ്ഞ പോലെ വല്ല പെണ്ണ് കേസിൽ പെടുത്തിയാൽ മതി എന്ന് കുമാരപിള്ള സാർ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ്സുകാരെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ വലതുപക്ഷ സംവിധാനങ്ങൾ, യശ്വന്ത് സഹായിജിയുടെ കേരള യാത്ര, ഇന്നസെൻ്റ് ആണ് കഥാപാത്രം. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വരികയാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് ഈ കോട്ടപ്പള്ളിയുടെ വീട്ടിലേക്ക്, അതായത് രണ്ട് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തകർ ജീവിക്കുന്ന തിലകൻ്റെ വീട്ടിലേക്ക്, ജയറാമിൻ്റെ കഥാപാത്രവും ശ്രീനിവാസൻ്റെ കഥാപാത്രവും ജീവിക്കുന്ന തിലകൻ ഉടമയായ ആ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നാരിയൽ കാ പാനി വേണം, അതായത് കരിക്കിൻ വെള്ളം വേണം. അപ്പോൾ അദ്ദേഹം അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു നോക്കി, നാരിയൽ കാ പാനി ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ മാമുക്കോയുടെ കഥാപാത്രം ഒന്ന് ചോദിക്കുന്നുണ്ട്, KPC എന്നോ CPC എന്നോ അങ്ങനെ എന്തോ ആണ് കഥാപാത്രത്തിൻ്റെ പേര്, ഈ നാരിയൽ കാ പാനി ഇവിടെ അർത്ഥം അറിയാവുന്ന ആരും ഇല്ലേ, വിദ്യാഭ്യാസമുള്ള ആരും ഇല്ലേ നമ്മുടെ പാർട്ടിയിലെന്ന്. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാ. അപ്പോൾ പറയുന്നത് റാം റാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, യശ്വന്ത് സഹായിജി. എന്തായാലും അത് തേങ്ങാവെള്ളമാണ് എന്ന് മനസ്സിലാകുന്നു. അവസാനം ഈ യശ്വന്ത് സഹായിജിയെ കൊണ്ട് ശ്രീനിവാസൻ പറയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്, ചാമ്പൂർണ ചാച്ചരത. വളരെ പരിഹാസത്തിലും പുച്ഛത്തിലുമാണ് അത് പറയുന്നത്. അതായത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉടനീളം കേരളത്തിലെ ഇടത് വലത് സംവിധാനങ്ങളെ അടിമുടി പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഇന്നും തുടരുന്ന ട്രോളുകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു സന്ദേശം. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലത് കണ്ട് പഠിക്കാം, ചിലത് കണ്ട് പഠിക്കരുത് എന്നുകൂടെ തോന്നിപ്പിക്കാൻ ആ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ശ്രീനിവാസൻ അന്തരിച്ചപ്പോഴും ആ സന്ദേശം അങ്ങനെ ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.